എനിക്ക് പാണക്കാട് സാദിഖലി തങ്ങളോടുള്ള ഇഷ്ടം ഇതാണ്. സാദിഖലി തങ്ങൾ സുന്നി ആശയക്കാരനാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ സമസ്ത ആശയവുമായിരിക്കും പരമ്പരാഗതമായി ബന്ധമുള്ളത്. എന്നാൽ ആ ആശയത്തിനോട് ബന്ധമുള്ളപ്പോൾ തന്നെ ഉമ്മത്തിൻ്റെ ഒരു നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ, അത്തരം സ്ഥലങ്ങളിൽ പോയി ധൈര്യപൂർവ്വം നിൽക്കാൻ, ഇരിക്കാൻ, അവരോട് വർത്തമാനം പറയാൻ, അതിൽ ഭയമേതുമില്ലാതെ പെരുമാറാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു വലിയ മഹത്വം. ഇത് യഥാർത്ഥത്തിൽ പഴയകാലത്തെ പാണക്കാട് കുടുംബവും അല്ലെങ്കിൽ സുന്നി മുജാഹിദ് വിഭാഗങ്ങൾക്കിടയിലുള്ള പല കാര്യങ്ങളിലെയും നന്മയിൽ ചേർന്ന് നിന്നുള്ള പ്രവർത്തനങ്ങളുടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരുമിച്ച് പള്ളികൾ സ്ഥാപിച്ചതുണ്ട്. ഒരു ആശയത്തിൻ്റെ പള്ളികൾ മറ്റൊരാശയക്കാരൻ തറക്കല്ലിട്ടതുണ്ട്. MK ഹാജിയെ പോലെയുള്ള ആളുകൾ പല ഓർഫനേജുകളും അത്തരം കാര്യങ്ങളും ഒക്കെ തുടങ്ങുമ്പോൾ അതിൽ സഹായികളായി മറ്റിതര വിഭാഗങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉള്ള ആളുകൾ ചേർന്ന് പോയിട്ടുണ്ട്. അന്നൊന്നും സാമ്പത്തിക നേട്ടങ്ങളുടെ അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്ന ദന്തഗോപുരങ്ങളിൽ ജീവിച്ചവരായിരുന്നില്ല അവരാരും. അവർക്കൊക്കെ ആശയപരമായി പലതിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചില സുന്നത്തുകളുടെ വിഷയത്തിൽ അവർക്കെല്ലാം പല കാര്യത്തിലും പല വ്യത്യസ്തമായ വീക്ഷണങ്ങളും ഉണ്ടാകാം. പക്ഷേ ഫർളുകളുടെ കാര്യത്തിൽ, നിർബന്ധങ്ങളുടെ കാര്യത്തിൽ തങ്ങൾ ഒരേ വിശ്വാസധാരയിൽപ്പെട്ടവരാണെന്ന ഉറച്ച ബോധ്യം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്കിടയിൽ ഐത്തവും അകലവും ഉണ്ടായിരുന്നില്ല. ഈ വ്യത്യസ്തതകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ രാജ്യത്തെക്കുറിച്ചൊക്കെ പറയൂലേ, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പോലെ വളരെ നിസ്സാരമായ വൈവിധ്യങ്ങളുടെ നടുവിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഇടങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇന്നൊരു പക്ഷേ സമൂഹത്തിൽ, സമുദായത്തിൽ അതിനുള്ള അവകാശം ശ്രീധരൻപിള്ളയ്ക്ക് മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട്. എല്ലാ സമുദായക്കാർക്കും വിളിച്ച് വേദിയിലിരുത്താവുന്നത് ശ്രീധരൻപിള്ള എന്ന ആളാണ് എന്ന തരത്തിലേക്ക് സമുദായം മാറിയിട്ടുണ്ട്. എന്നാലും ഈ സ്വന്തം വിശ്വാസത്തിൽപ്പെട്ട മറ്റൊരുത്തനെ കൂടിയിരുത്താനോ അവിടെ പോയിരിക്കാനോ സാധ്യമല്ല എന്ന് പറയുന്ന കാലത്താണ് ഞാനൊരു ചിത്രം കണ്ടത്. ആ ചിത്രം ഈ വർഷത്തെ തന്നെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഇഫ്താർ സംഗമ വേദിയാണ്. ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കേരള എന്ന് പറഞ്ഞ് നടത്തിയ ഒരു ഇഫ്താർ സംഗമത്തിൽ എനിക്ക് തോന്നുന്നത് മുജാഹിദ് നേതാക്കളുണ്ട്, ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുണ്ട്, തബ്ലീഗ് ആശയക്കാരുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വ്യത്യസ്തമായ ആശയക്കാരെല്ലാം ഉള്ളതിൻ്റെ നടുവിൽ നിന്ന് നിവർന്ന് നിന്ന് വർത്തമാനം പറയുന്ന, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ, ഒരു ഉമ്മത്തിൻ്റെ നേതാവ് എന്ന തരത്തിൽ ഉൾക്കൊള്ളാനുള്ള, അത് മനസ്സിലാക്കാനുള്ള, അതിൻ്റെ വൈരുദ്ധ്യങ്ങൾക്കപ്പുറത്ത് ആ അനിവാര്യമായ ഒന്നിച്ചിരുത്തത്തിൻ്റെ മനോഹാരിത പലപ്പോഴും സാദിഖലി തങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്, വെളിവാക്കാറുണ്ട്. അതിൽ ഇടുങ്ങിയ ചിന്താഗതികൾ അദ്ദേഹം കാണിക്കാറില്ല. അതിൽ ഈ പറഞ്ഞതുപോലെ കുടുസും സങ്കുചിതമായ ഭാവങ്ങൾ, എൻ്റെ സംഘടന, എൻ്റെ അത്, എൻ്റെ ഇത് എന്ന് പറയുന്നതിനപ്പുറം ഒരു വിശാലമായ ക്യാൻവാസിൽ ഇത്തരം കാര്യങ്ങളെ അദ്ദേഹത്തിന് നോക്കിക്കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സമൂഹത്തോട് സംസാരിക്കാൻ കഴിയുന്നു, വ്യത്യസ്ത സമൂഹങ്ങളോട് ഇടപെടാൻ കഴിയുന്നു, നാനാജാതി മതസ്ഥരുമായി ബന്ധപ്പെടുന്നു. അതിലെ വർണ്ണവർഗ ലിംഗ വ്യത്യാസമില്ലാതെ അവരോട് ആശയവിനിമയം നടത്തിപ്പോയാൽ അങ്ങ് കൊഴിഞ്ഞു പോകുന്നതാണ് ഈമാനെന്ന് എങ്ങും പ്രവാചകൻ പരിചയപ്പെടുത്തിയിട്ടില്ല. മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ചവരാരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അത്തരം ചിന്തകളൊക്കെയും മാറ്റിവെച്ച് വളരെ സുഗന്ധപൂരിതമായ ഒരു സമീപനത്തോടെ പുഞ്ചിരിച്ച് നിൽക്കുന്ന സാദിഖലി ശിഹാബ് തങ്ങളുടെ ആ ഭാവമാണ് എനിക്കേറെ ഇഷ്ടം. ഈ റമദാനിൽ കണ്ട നല്ല ചിത്രങ്ങളിലൊന്നായി എനിക്കത് തോന്നി.